ഡേയ് നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇങ്ങനെയൊക്കെ ഇരുതാ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണ്ടേടാ, നമുക്ക് വരുമാനമൊക്കെ വേണ്ടേ? പൊട്ടിക്കാൻ മനസ്സിലായി. പിന്നെ അടുത്ത ഷോട്ടിൽ സംസാരിക്കാൻ എടുക്കുക. പൊട്ടിച്ച് തിന്നണം എടുത്തിട്ട് ഇങ്ങനെ എഴുതിട്ട് നിർത്താം നിർത്താം എടുത്തോളാം. അല്ല ഒറ്റയ്ക്ക് കിട്ടില്ല, ഒന്ന് ചുമ്മാ പറഞ്ഞു നോക്കാം. വേറെ ഇനി എന്തൊരു ബിസിനസ് ചെയ്യോളിയാ? ഇനിയിപ്പോ ഈ വെള്ളം കുടി, എന്നിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം. വേറെ എന്തൊരു ബിസിനസ് ഉണ്ടോളിയാ? വേറെ ഇൻട്രസ്റ്റ് നമുക്ക് ലൈസ് തീർന്നിട്ട് അടുത്ത് ആലോചിക്കാം. ഞാൻ എന്റെ 20 രൂപ ഞാൻ വച്ച് കേട്ടാ. 20 രൂപ ഉണ്ട്, ഞാൻ 20 രൂപ വച്ച്. അതെ എന്റെ 20 10 ഇല്ലല്ലോ. നീ അല്ല ഞാൻ പറയാം, ഞാൻ 20 രൂപ ഇവിടെ വച്ച്, നീ ആ 20 രൂപ ഇങ്ങെടുത്താണ്. നീ പറ ഞാൻ 20 രൂപ വെച്ചെന്ന് പറയാം. അപ്പൊ നീ 20 രൂപ ഇങ്ങെടുത്താണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആലും 2 വെള്ളം മാറ്റി കുടിച്ചിട്ട് ബാക്കി കാര്യം പറയാം. എന്റെ 20 രൂപ ഉണ്ട്, 20 രൂപ ഞാൻ ഇവിടെ വച്ച്. എന്റെ പൈസ ഇല്ലല്ലോ. നമുക്ക് എന്താ ഈ 20 രൂപയ്ക്ക് കടയിൽ പോയി വെള്ളം കുടിച്ചിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. പിന്നെങ്കിൽ അങ്ങനെ നമ്മളെങ്ങനെയൊക്കെ ഇരുന്നാ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? നമ്മളെങ്ങനെയൊക്കെ ഇരുന്നാ മോളി കുഴപ്പമില്ല. നമ്മളിങ്ങനെയൊക്കെ ഇരുന്നാ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ഡേയ് നമ്മളിങ്ങനെയൊക്കെ ഇരുന്നാ എന്തെങ്കിലും ചെയ്യണ്ടേ? അല്ലെ നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണ്ടേ? ചെറിയ വരുമാനമൊക്കെ വേണ്ടേ? എന്റെ എല്ലാം ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടളിയാ. ഒരു കുറച്ച് പ്രാവിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രാവിന്റെ കൃഷി തുടങ്ങായിരുന്നു. പ്രാവാ അത് ശരിയാവോന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കല്ലേ? അല്ലേ വേണ്ട നീ പ്രാവ അത് ശരിയാവോ? അല്ലെ വേണ്ടല്ലേ? പ്രാവ് പറത്തി പിന്നെ പറന്നു പോകുന്ന അല്ല ഞാൻ പറയാം. അല്ല പ്രാവ് അത് ശരിയാവോളിയാ? അല്ലെ വേണ്ടല്ലേ? പ്രാവ് പറത്തിക്കഴിഞ്ഞാൽ പ്രാവ് പറത്തിക്കഴിഞ്ഞാലോ പറന്നു പോളിയാ? അല്ലെ അത് വേണ്ട. തുടങ്ങട്ടാ. അല്ലെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങണ്ടേടാ, നമുക്ക് വരുമാനമൊക്കെ വേണ്ടേ? എന്റെ അല്ലാതെ ചെറിയൊരു ഐഡിയ ഉണ്ട്. കുറച്ച് പ്രാവ് എടുത്ത് വെച്ച് വളർത്തിയാലേ അളിയാ? എനിക്ക് അത് വേണ്ടല്ലേ? ഓക്കെ അതെനിക്ക് എന്നിട്ട് പറയാം. അത് പറഞ്ഞിട്ടേ കടയില് 2 കുറുക്കുറ് ഇരിക്കുന്നുണ്ട്, അതും കൂടെ പോയി വാങ്ങിച്ചോണ്ട് വന്നിട്ട് ബാക്കി ആലോചിക്കാൻ പറയാം. നമ്മള് വേറെ എന്തൊരു ബിസിനസ് തുടങ്ങുവാടാ? വേറെ ബിസിനസ് അളിയാ എന്റെ ഒരു ഐഡിയ ഉണ്ടല്ലോ. ചീര കൃഷി തുടങ്ങിയാലോ നമുക്ക്? ഇവിടെ നിന്ന് നേരെ കോയമ്പത്തൂർ വണ്ടി കയറണം. കോയമ്പത്തൂർ നിന്ന് 2 ലോഡ് ചീര തൈ എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ പക്കായിട്ട് നടാം. ഈ മഴ സമയത്ത് ഈ ചീര നടന്നാൽ ശരിയാവില്ലല്ലേ? അത് അഴുകിപ്പോടാ. ചീര എങ്കിൽ കടയിൽ 2 കുറുക്കുറ ഇരിക്കുന്നുണ്ട്, അതും കൂടെ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് ബാക്കി പറയാം. എനിക്ക് അത് വാങ്ങിക്കാം. അത് എടുത്താണ്. ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ നീ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ കുറച്ച് ഡയലോഗെങ്കിലും ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയല്ല, എന്തിനാണ് നീ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ? ഇങ്ങനെയൊക്കെ ഇരുതാ നീ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി, നമ്മൾ എന്തിനാലും ചെയ്യണ്ടേ? ഇങ്ങോട്ടേക്ക് പറ. ഇങ്ങോട്ടെ ഞാൻ അവിടെ ഇരിക്കുന്നു. എടാ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി, നമ്മൾ എന്തിനാലും ചെയ്യണ്ടേ? ഒന്നുകൂടെ ഇങ്ങോട്ട്
ചെറിയ ബിസിനസ് തുടങ്ങിയാൽ വരുമാനം വേണ്ടി എന്റെ ഒരു ഐഡിയ ഒന്നുമില്ല കൃഷി വരുമാനം വേണ്ടി നമുക്കൊരു ചെറിയ ബിസിനസ് തുടങ്ങണ്ടടാ, വരുമാനമൊക്കെ വേണ്ടേ? നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങണം? നമ്മള് എന്തെങ്കിലും ചെറിയൊരു ഐഡിയ ഉണ്ട്. അതെ മതിയാ. അവിടെ സെറ്റ് ചെയ്യാൻ കട്ടറ വീണ്ടും പോകാനുള്ളതല്ലേ? തുടങ്ങട്ടാ. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതിയാടാ, എന്തിനേലൊക്കെ തുടങ്ങണ്ടേടായി. അതാണ്ട് ഒന്നും അത് കട്ട് ചെയ്തണ്ട, അത് ഒന്നുകൂടെ പറയാൻ മതി. നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി, എന്തിനേലൊക്കെ ചെയ്യണ്ടേ. കേൾക്കാൻ പറ്റുമോ നോക്കട്ടെ, കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കൊള്ളാമോ? ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓണാക്കി വെച്ചിട്ടുണ്ടോ? എന്തിനാണ് നമ്മളെന്നുള്ള പരിപാടി? നമ്മളെ പരിപാടി അങ്ങനെ റീലെടുക്കാം. ഓക്കെ, ഹലോ ഹലോ ഹലോ, കേക്കാവോ കേക്കാവോ? എന്തിനാണ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് ചലഞ്ച്. നമ്മളിങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ.